കഴിഞ്ഞ കുറേ കാലമായി കലാപത്തിന്റെ പിടിയിൽ അമർന്നിരുന്ന മണിപ്പൂരിനെ ശാന്തമാക്കാൻ രാഷ്ട്രപതി ഭരണം അനിവാര്യമാണെന്ന് കേന്ദ്രം ചിന്തിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവിടെ പതുക്കെ കേന്ദ്രം പിടിമുറുക്കി വരുന്നതിനിടയിലാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ കേന്ദ്രസേനയെ കൂടുതലായി കേന്ദ്രം വിന്യസിച്ചിരിക്കുന്നു. അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഈ കലാപം ആരംഭിച്ചതിന് ശേഷം മെയ്തി കുക്കി വിഭാഗങ്ങൾ സംഭരിച്ച ആയുധശേഖരങ്ങളാണ്. ആയുധശേഖരങ്ങൾ കണ്ടെത്താൻ വലിയ റെയ്ഡ് തന്നെ വേണ്ടിവരും. അതിലേറെ പ്രാധാന്യം ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000-ഓളം പോലീസിൻ്റെ തോക്കുകളും 6 ലക്ഷം വെടിയുണ്ടകളുമാണ് ഈ കലാപകാരികൾ കവർന്നെടുത്തത്. ഇത് പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് കവർന്നെടുത്തത്. അവരുടെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. ഇത് കണ്ടെത്താനുള്ള റെയ്ഡുകൾ ഉടൻ ആരംഭിക്കും. ഇതിൻ്റെ 80% കലാപകാരികളുടെ കയ്യിലാണ്. അത് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങും എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ പോലീസിൻ്റെയും കേന്ദ്രസേനയുടെയും സംയുക്തമായൊരു ചുമതല കേന്ദ്രം നിയോഗിച്ച സുരക്ഷാ ഉപദേഷ്ടാവിനായിരിക്കും. നേരത്തെ രണ്ട് ചുമതലകളായിരുന്നെങ്കിൽ ഇപ്പോൾ സംയുക്ത നീക്കം നമ്മൾ ജമ്മു കാശ്മീരിലൊക്കെ ഇപ്പോൾ കാണുന്നത് പോലെ പോലീസും സേനയും ഒന്നിച്ച് നീങ്ങിക്കൊണ്ടുള്ള ഓപ്പറേഷൻ, അതിൻ്റെ ഒരു പുതിയ സുരക്ഷാ ഉപദേഷ്ടാവിനെ കേന്ദ്രം നിയമിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പുതിയ ചീഫ് സെക്രട്ടറി കൂടി വരുമ്പോൾ ഫലത്തിൽ രാഷ്ട്രപതി ഭരണം കേന്ദ്രം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കലാപം അമർച്ച ചെയ്യുവാനും ഒപ്പം തന്നെ കലാപകാരികളുടെ ആയുധശേഖരം പിടിച്ചെടുക്കുവാനുമുള്ള വലിയ നീക്കം തന്നെയായിരിക്കും. പലവട്ടം കലാപത്തിൻ്റെ കേന്ദ്രമായി മാറി ഇംഫാലിൽ കൂടുതൽ വനിതാ സായുധ സേനാംഗങ്ങളെ കൂടി ഇറക്കിയിരിക്കുന്നു. കാരണം വനിതകൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരിടം കൂടിയാണ് മണിപ്പൂർ. അവിടേക്ക് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും വളരെ കാലമായി രാജ്യം ആവശ്യപ്പെടുന്ന ഒന്നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം, ഈ കലാപകാരികളെ അടിച്ചൊതുക്കണമെന്നുള്ള ആ നീക്കത്തിലേക്ക് തന്നെ കേന്ദ്രം കടന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.